ബ്രെക്സിറ്റ് ഒരു ഓർമ്മയാക്കി മാറ്റി. 18-നും 35-നും ഇടയിൽ പ്രായമുള്ള യൂറോപ്യൻ യൂണിയൻ പൗരന്മാർക്ക് ഓരോ വർഷവും യഥേഷ്ടം വന്ന് താമസിക്കുവാനും ജോലി ചെയ്യുവാനും അനുമതി നൽകുന്ന യൂത്ത് എക്സ്പീരിയൻസ് പദ്ധതിക്ക് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി സർ കീർ സ്റ്റാമർ അനുമതി നൽകി. ബ്രസൽസുമായുള്ള ബ്രെക്സിറ്റാനന്തര പുനഃക്രമീകരണത്തിന്റെ ഭാഗമായി വിസ നിയമങ്ങൾ ലഘൂകരിക്കുന്നതിനുള്ള ചർച്ചകൾ ലേബർ സർക്കാർ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. യൂറോപ്യൻ യൂണിയനുമായുള്ള പ്രതിരോധ വ്യാപാര രംഗങ്ങളിലെ ബന്ധം ശക്തമാക്കുന്നതിന് പകരമായ ഒരു യൂത്ത് മൊബിലിറ്റി സ്കീം വേണമായിരുന്നു എന്നാണ് യൂറോപ്യൻ യൂണിയന്റെ ആവശ്യം. അത് പൂർണ്ണമായും UK അംഗീകരിച്ചിരിക്കുകയാണ് ഇപ്പോൾ. ഇരു കക്ഷികളും അത്തരത്തിലുള്ള പദ്ധതി രൂപീകരിക്കുന്നതിൽ പരസ്പരം സഹകരിക്കുമെന്ന് ഇന്നലെ ലണ്ടനിൽ നടന്ന UKയുടെ ഉച്ചകോടിയിൽ ധാരണയായിട്ടുണ്ട്. ഇരു കക്ഷികൾക്കും പ്രയോജനമാകുന്ന രീതിയിൽ ഇരുപക്ഷത്തെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം, പ്രത്യേകിച്ചും യുവാക്കൾ തമ്മിലുള്ള ബന്ധം ശക്തമാക്കാൻ തീരുമാനിച്ചു എന്നാണ് പ്രധാനമന്ത്രി ഒപ്പിട്ട കരാർ രേഖയുടെ ആമുഖത്തിൽ പറയുന്നത്. ഈ കരാർ വഴി EU പൗരന്മാരായ യുവാക്കൾക്ക് ബ്രിട്ടനിലേക്കും ബ്രിട്ടീഷ് യുവാക്കൾക്ക് യൂറോപ്യൻ യൂണിയനിലേക്കും യാത്ര ചെയ്യാനും പരിമിത കാലത്തേക്ക് താമസിക്കാനും ജോലി ചെയ്യുവാനും കഴിയും. ഇങ്ങനെ വരാവുന്ന യുവാക്കളുടെ എണ്ണത്തിന്റെ കാര്യത്തിൽ ഇരു കൂട്ടരും ധാരണയിലുമെത്തും. നിലവിൽ ഓസ്ട്രേലിയ, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളുമായുള്ള യൂത്ത് മൊബിലിറ്റി പദ്ധതികളുടെ അതേ മാതൃകയിലായിരിക്കും യൂറോപ്യൻ യൂണിയനുമായുള്ള പദ്ധതി എന്ന് പ്രധാനമന്ത്രിയുടെ ഓഫീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഈ പദ്ധതി വഴി ഓസ്ട്രേലിയയിലെയും ന്യൂസിലാൻഡിലെയും 18 മുതൽ 35 വയസ്സ് വരെ പ്രായമുള്ളവർക്ക് 2 വർഷം വരെ UKയിൽ താമസിക്കാനും ജോലി ചെയ്യുവാനും കഴിയും. 1 വർഷം കൂടി കാലാവധി നീട്ടിക്കിട്ടാനുള്ള സാധ്യതയുമുണ്ട്. ഈ വർഷം ഓസ്ട്രേലിയയിൽ നിന്നുള്ള 42,000 പേർക്കും ന്യൂസിലാൻഡിൽ നിന്നുള്ള 9,500 പേർക്കുമായിരിക്കും UKയിലേക്കുള്ള യൂത്ത് മൊബിലിറ്റി വിസ ലഭിക്കുക. ഇത്തരത്തിൽ യൂറോപ്യൻ യൂണിയനിൽ നിന്നും 1 വർഷം എത്തുന്നവരുടെ എണ്ണം 70,000 ആയി പരിമിതപ്പെടുത്തുവാൻ സർക്കാർ ആലോചിക്കുന്നതായി നേരത്തെ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. ഈ പരിമിതിയും അതുപോലെ NHS സർചാർജുമായിരുന്നു EUവുമായുള്ള ചർച്ചയിൽ തീരുമാനം വൈകാൻ കാരണമായത് എന്നാണ് അറിയാൻ കഴിയുന്നത്. നിലവിൽ ഓസ്ട്രേലിയ പോലുള്ള രാജ്യങ്ങളുമായുള്ള യൂത്ത് മൊബിലിറ്റി പദ്ധതി അനുസരിച്ച് വിസക്കായി അപേക്ഷിക്കാൻ അപേക്ഷകർക്ക് 2,530 പൗണ്ടിന്റെ ബാങ്ക് ബാലൻസ് ആവശ്യമാണ്. ആപ്ലിക്കേഷൻ ഫീസായി 298 പൗണ്ടും HNS സേവനങ്ങൾക്കായി പ്രതിവർഷം 776 പൗണ്ടും നൽകണം. കരാർ അന്തിമമായതോടെ കടുത്ത വിമർശനങ്ങളാണ് സ്റ്റാമർ നേരിടുന്നത്. ബ്രിട്ടൻ യൂറോപ്യൻ യൂണിയന് മുൻപിൽ കീഴടങ്ങി എന്ന ആരോപണവും കടുക്കുകയാണ്. എന്നാൽ ബ്രിട്ടൻ ആഗോള വേദിയിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ് എന്നാണ് കരാർ പ്രഖ്യാപിച്ചതിനു ശേഷം സ്റ്റാമർ പറഞ്ഞത്. യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെറുമായി നടത്തിയ സംയുക്ത പത്രസമ്മേളനത്തിലാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത്. സാമാന്യ ബുദ്ധിയുടെ പ്രതിഫലനമാണ് കരാർ എന്ന് പറഞ്ഞ സ്റ്റാമർ ഇത് ഇരുകൂട്ടർക്കും പ്രയോജനപ്രദമാണെന്നും പറഞ്ഞു. പ്രധാനമന്ത്രി കീർ സ്റ്റാമറിന്റെ ഒരു കളിപ്പാവയെന്ന് മുൻ പ്രധാനമന്ത്രി ബോറിസ് ജോൺസൺ വിശേഷിപ്പിച്ചപ്പോൾ ഞങ്ങൾ അധികാരത്തിലെത്തിയാൽ ഈ കരാർ റദ്ദാക്കുമെന്നായിരുന്നു കൺസർവേറ്റീവ് പാർട്ടി നേതാവ് കെമി ബെറ്റ്നോക്കിന്റെ പ്രതികരണം. പുതിയ നിബന്ധനകൾ അനുസരിച്ച് ബ്രിട്ടീഷ് സമുദ്രത്തിന്റെ അതിർത്തിയിൽ മത്സ്യബന്ധനം നടത്താൻ യൂറോപ്യൻ ബോട്ടുകൾക്ക് 12 വർഷത്തേക്ക് അനുമതി ഉണ്ടായിരിക്കും. നേരത്തെ ഇത് 4 വർഷത്തേക്കായിരിക്കുമെന്ന് പറഞ്ഞ സ്റ്റാമർ ഫ്രാൻസിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് 12 വർഷമാക്കിയത്. ഏതായാലും തീരദേശ സമൂഹത്തെ സമാശ്വസിപ്പിക്കുന്നതിനായി 360 മില്യൺ പൗണ്ടിന്റെ സഹായ പദ്ധതികൾ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞു. എന്നാൽ മത്സ്യബന്ധന തൊഴിലാളികൾ അതുകൊണ്ടൊന്നും തൃപ്തരല്ല എന്നാണ് പറയുന്നത്. തീരദേശ മേഖലയെ നാശത്തിലേക്ക് നയിക്കുന്ന കരാറാണിതെന്നും മത്സ്യബന്ധന തൊഴിലാളികൾ പറയുന്നു. ബ്രിട്ടീഷ് മത്സ്യബന്ധന തൊഴിലാളികൾക്ക് ബ്രെക്സിറ്റ് കൊണ്ട് പ്രയോജനം ഉണ്ടാകില്ല എന്നാണ് ഈ കരാറുകൾ തെളിയിക്കുന്നതെന്നും അവർ പറയുന്നു. അതേസമയം മത്സ്യബന്ധന മേഖലയ്ക്ക് സ്ഥിരത നൽകാൻ ഈ നടപടി സഹായിക്കുമെന്നാണ് സ്റ്റാമർ അവകാശപ്പെടുന്നത്.